ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ പുസ്തകങ്ങളിലൂടെയുള്ളതായ നമ്മളുടെ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 47ാമത്തെ ലെസണാണ്, അതായത് യോനയുടെ പുസ്തകം. ചെറുപ്രായത്തിൽ തന്നെ ഈ യോനയുടെ കഥ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. വളരെ അനുസരണം കെട്ടതായ യോന ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോയത് കാരണം അവനെ ഒരു മഹാമത്സ്യത്തിൻ്റെ ഉള്ളിലാക്കി ദൈവം ഒരു പാഠം പഠിപ്പിച്ച കഥ നമ്മൾ മിക്കവരും പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ കേവലം 4 അധ്യായങ്ങളുള്ളതായ ഈ പുസ്തകം ഏകദേശം അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് വിശകലനം ചെയ്യുവാനായിട്ടാണ് ഇന്ന് നമ്മളുടെ ഈ പാഠത്തിലൂടെ ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോയതായ ഒരു യോനയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോനയുടെ ഒരു പ്രാർത്ഥന ആണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോനയെ ഏൽപ്പിച്ചതായ പ്രസംഗം അവൻ ശ്രദ്ധയോടെ കേൾക്കുകയും അവനെ ഏൽപ്പിച്ചതായ സ്ഥലത്ത് ചെന്ന് അവൻ്റെ പ്രസംഗം നിർവഹിക്കുകയും ചെയ്യുന്നതായ കാഴ്ചയാണ് 3-ാം അധ്യായത്തിൽ. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്നും അല്പം വ്യത്യസ്തമായി അവൻ ചിന്തിക്കുന്നതിനാൽ അവൻ്റെ സെൽഫിഷ്നെസ് അവിടെ അല്പമായിട്ട് കാണുകയും അതിനോടുള്ള ബന്ധത്തിൽ ദൈവം ചില പുതിയ പാഠങ്ങൾ അവനെ പഠിപ്പിക്കുന്നതായിട്ടും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയും ആക്ച്വലി നമ്മളുടെ ഒരു കഥയായിട്ട് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഈ ഭാഗങ്ങൾ പ്രതിഫലനം ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവെ, ഇതെൻ്റെ ജീവിതമാണോ? ഇവിടെ ഏത് കറക്ഷനാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നീ എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ഇവിടെ യോനയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മളോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയും ചില കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുവാനും നമ്മളുടെ ജീവിതത്തിൽ ചിലതൊക്കെ മെച്ചപ്പെടുത്തിയ നമ്മളുടെ ചിന്താഗതിയൊക്കെ മെച്ചപ്പെടുത്തുവാനായിട്ടും കർത്താവ് നമ്മളെ സഹായിക്കും എന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ഓരോ ചാപ്റ്ററും നമ്മൾക്ക് പെട്ടെന്ന് ഒന്ന് കടന്നു പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആരാണ് ഈ യോന പ്രവാചകൻ എന്ന് പറയുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: അമിത്ഥായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. ഈ യോന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിൽ ഒരു വാക്കു മാത്രമേ അവനെ പരിചയപ്പെടുത്തുവാനായിട്ട് ഇവിടെ സ്ഥലം എടുത്തിട്ടുള്ളൂ എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ സ്ക്രിപ്ചർ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു കാര്യം കണ്ടില്ല എങ്കിലും മറ്റ് ചില ഭാഗങ്ങളിൽ ഇതിന് സഹായകമായ ഇൻഫർമേഷൻസ് നമ്മൾക്ക് കാണുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏത് കാലത്താണ് ഈ യോന താമസിച്ചിരുന്നതെന്നും എന്ത് തരത്തിലുള്ളതായ സർവീസാണ് അവൻ ചെയ്തിരുന്നതെന്നുള്ളതായ കാര്യം 2 കിങ് 14:25 നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേലിൽ യൊരോബെയാം 2-ാമൻ്റെ കാലത്ത് രാജകൊട്ടാരത്തിലെ ഒരു ആലോചനക്കാരനായിട്ട് ഈ യോന പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ ഈ അശ്ശൂർ രാജ്യവുമായിട്ടുള്ളതായ യുദ്ധത്തിലും ഒക്കെ ആ സ്ഥലങ്ങളൊക്കെ പിടിക്കുന്നതിനും അവരോട് ഫൈറ്റ് ചെയ്യുന്നതിനുമൊക്കെ യോന പ്രവാചകൻ്റെ ആലോചന ഈ രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതിനാൽ ആ റോയൽ ഫാമിലിയോടുമായിട്ട് അല്പം ബന്ധമുണ്ടായിരുന്നതായ ഒരു പ്രവാചകനായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, ഇസ്രായേലിൻ്റെ പാരമ്പര്യം പറയുന്നത്
ഏലിയാവിൻ്റെയും ഏലീശായുടെയും ഒക്കെ സമയത്ത് അവരുടെ പ്രവാചകഗണത്തിൽ ശിഷ്യന്മാരായിട്ട് വന്നു ചേർന്നതിൽ ഒരാളായിരുന്നു ഈ യോന പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ കാലഘട്ടം മനസ്സിലായല്ലോ. ഏലിയാവ് ഏലീശ പ്രവാചകനൊക്കെ താമസിച്ചതായ ശുശ്രൂഷിച്ചതായ ആ കാലത്തോടനുബന്ധിച്ച് ചേർന്ന് ജീവിച്ചിരുന്നതായ ഒരു പ്രവാചകനായിരുന്നു ഈ യോന പ്രവാചകൻ എന്ന് പറയുന്നതായ ആൾ. ഇനിയും 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ മറ്റ് ഇൻട്രഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ദൈവത്തിൻ്റെ ആലോചന ഈ യോന പ്രവാചകനോട് പറയുകയാണ്, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായിട്ട് പ്രസംഗിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീസിന് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്നും അവരോട് കൂടെ തർശീസിലേക്ക് പോയിക്കൊള്ളുവാൻ അതിൽ കയറി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്നതായ ഒരു പ്രവാചകനായിരുന്നു ഈ യോന പ്രവാചകൻ എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ ആലോചന വരികയാണ്, നീ നിനവയിലേക്ക് ചെന്ന് അവരുടെ ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ വളരെ വർദ്ധിച്ചു വന്നിരിക്കുന്നതിനാൽ അവരോട് ചെന്ന് അവരുടെ ദുഷ്ടതയെക്കുറിച്ച് നീ പ്രസംഗിക്കണം. അതുകൂടാതെ ദൈവത്തിൻ്റെ ന്യായവിധി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ വന്ന 40 ദിവസത്തെ കൊണ്ട് നിങ്ങളെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അത് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതായ മെസ്സേജ് നീ ഈ നിനവെ പട്ടണത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളതായ ആലോചനയാണ്, മെസ്സേജാണ് ദൈവത്തിൽ നിന്നും യോന പ്രവാചകന് ലഭിച്ചത്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ അതൊരു കംഫർട്ടബിൾ മെസ്സേജ് ആയിരുന്നില്ല എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അന്നത്തെ കാലത്ത് ഇസ്രയേലിനോട് വളരെ പൊരുതിയിരുന്ന് ശത്രുത്വം പ്രകടിപ്പിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഈ നിനവെ എന്ന് പറയുന്നത്. ഈ നിനവെ എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേൺ ഇറാഖ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു ശത്രുരാജ്യത്തിൽ തന്നെ സുവിശേഷം പ്രസംഗിച്ച് ദൈവത്തിൻ്റെ ആലോചന ഞാനെന്തിന് അവരോട് പറയണമെന്നുള്ളതായ ഒരു ചിന്താഗതി അവനിലുണ്ടായേക്കാം. രണ്ടാമതായിട്ട് ഒരു ചിന്താഗതി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്താണെങ്കിലും മിക്ക പ്രാസംഗികർക്കും ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒക്കെ പറയുന്നതിനും പ്രസംഗിക്കുന്നതിനും മടിയാണ്. കൂടുതലും പ്രാസംഗികർക്ക് ഇന്നത്തെ കാലത്ത് ദൈവത്തിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുക എന്നുള്ള മെസ്സേജ് പറയുവാനായിട്ടാണ് പലർക്കും താല്പര്യം. എന്നാൽ നമ്മൾക്ക് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. അവിടെയാണൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്, അവിടെയാണൊരു മാനസാന്തരം ഉണ്ടാകുന്നത്, അവിടെയാണ് ദൈവത്തോട് അടുത്തു വരുന്നത്, അവിടെയാണ് പാപത്തെ ഉപേക്ഷിക്കുന്നത് എന്നുള്ളതായ കാര്യം അന്നു മുതൽ ഇന്നു വരെ ദൈവസന്നിധിയിൽ നേരായ ഒരു വചനമാണ്. അതുകൊണ്ടാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒന്നും വിടാതെ തുറന്ന് സംസാരിച്ച് ജനങ്ങളുടെ പ്രീതി തേടാതെ ജനങ്ങളുടെ കൈയടി മാത്രം നോക്കിയിരിക്കാതെ സത്യം വിളിച്ചു പറയുന്നതായ ദൈവദാസന്മാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. യോനായുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു സുഖമില്ലാത്തതായ ന്യായവിധിയുടെ മെസ്സേജുമായിട്ട് പോകുന്നത് തൻ്റെ ജീവിതത്തിൽ അത്ര സുഖമില്ലാത്തതായ ഒരു കാര്യമായിരുന്നു എന്ന് സൈക്കോളജിക്കലായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പാപമൊക്കെ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുമ്പോൾ അത് ദൈവം തൻ്റെ ദാസനെ അയച്ച് ജനത്തെ അറിയിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കടമയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇസ്രായേൽ രാജ്യം ശലോമോൻ്റെ
ഭരണത്തിന് ശേഷമായിട്ട് മക്കളിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പലപ്പോഴും ഈ അശൂർ എന്ന് പറയുന്നതായ ഈ രാജ്യം അല്ലെങ്കിൽ നിനവെ പട്ടണം വളരെയധികമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് വലിയ ഒരു ദേഷ്യവും ഈ യോനയ്ക്ക് ഉണ്ടായിരുന്നതിനാൽ അവിടേക്ക് പോകുന്നതിന് ഇഷ്ടമില്ലാതിരുന്നതിനാലാണ് അവൻ തർശേസിലേക്കുള്ളതായ യാത്രയിലേക്ക് ഇൻട്രസ്റ്റ് എടുക്കുകയും അതുകൂടാതെ അതിലേക്ക് പോകുന്നതായ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നതിനുള്ളതായ ഒരു ടിക്കറ്റ് എടുക്കുകയും ചെയ്തു എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിനവെ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കിഴക്കേ ഭാഗത്തുള്ളതായ ഒരു സ്ഥലമാണ്. എന്നാൽ തർശീസ് എന്ന് പറയുന്നത് പടിഞ്ഞാറേ ഭാഗത്തുള്ളതായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ദൈവം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്കാണ് അവൻ്റെ യാത്ര എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ വളരെ വേഗത്തിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ കപ്പലിൽ ചെന്ന് കയറിയതായ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴത്തെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്നതായ യോനയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവനെ തിരിച്ചു വരുത്തുവാൻ വേണ്ടി ദൈവം ചെയ്യുന്നതായ ചില പ്രവർത്തനങ്ങളെയാണ് നമ്മൾക്കിവിടെ കാണുന്നത്. 1:4 നമുക്ക് കാണുന്നു, യഹോവ സമുദ്രത്തിൽ വലിയ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം സകലത്തെയും ഉണ്ടാക്കിയവനാണ്, പ്രകൃതിയെ നിയന്ത്രിക്കുന്നവനാണ്. കാറ്റും കടലും സൂര്യനും ചന്ദ്രനും മൃഗങ്ങളും എല്ലാം ദൈവത്തെ അനുസരിക്കുന്നു. അങ്ങനെയുള്ളതായ ഒരു ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ഈ കാണുവാനായിട്ട് സാധിക്കുന്നത് കാറ്റിനോട് കൽപ്പിച്ചാൽ അത് അനുസരിക്കും. അങ്ങനെ വലിയ ഒരു പെരുങ്കാറ്റ് അവിടെ അടിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ കപ്പൽക്കാർ ഇതാ യോനയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇവിടുത്തുകാരെന്ന് ചോദിച്ചപ്പോൾ ദൈവസന്നിധിയിൽ നിന്നും അനുസരണക്കേട് കാണിച്ച് ഓടിപ്പോകുന്നവൻ എന്ന് മനസ്സിലാക്കുന്നതായ കാര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് അവനെ എടുത്ത് കപ്പലിൽ നിന്നും വെളിയിലേക്കെടുത്ത് കളയുവാനായിട്ട് അവർ തീരുമാനിക്കുന്നു. 1:17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ച് ആക്കിയിരുന്നു. ഇവിടെയും യഹോവ കൽപ്പിച്ചാക്കിയതായ ഒരു മഹാമത്സ്യം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമുള്ള സകല സൃഷ്ടികളെയും കൺട്രോൾ ചെയ്യുന്നവനായ കർത്താവ് ഒരു മഹാമത്സ്യത്തെ അവിടെ ആക്കിയിരുന്നു. യോനയെ എടുത്ത് കടലിലേക്കിട്ട സമയം തന്നെ പിളർന്ന ആ കടലാന എന്ന് പറയുന്നതായ മത്സ്യത്തിൻ്റെ അകത്തേക്ക് അവനെ സ്വീകരിച്ചു. എന്നാൽ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിട്ടിക്സ് ആയിട്ടുള്ളതായ ആളുകൾ അല്ലെങ്കിൽ ദൈവവചനത്തെ അവണ്ണം വിശ്വസിക്കാത്തായ ആൾക്കാർ പലപ്പോഴും വിശ്വസിക്കാത്തതായ ഒരു ഭാഗമാണ്. ഇതൊരു കെട്ടുകഥയാണെന്ന് പറയുന്ന അനേകം ആൾക്കാരുണ്ട്. ഒരു ദൈവദാസനോട് ഇപ്രകാരം ഒരു അവിശ്വാസി ചോദിക്കുകയുണ്ടായി, ഈ യോനയെ ഒരു മഹാമത്സ്യം വിഴുങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, പ്രിയ സഹോദര, ഈ യോനയെ മത്സ്യം വിഴുങ്ങി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ യോന ആ മത്സ്യത്തെ വിഴുങ്ങി എന്ന് എഴുതിയിരുന്നുവെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ വചനം എങ്ങനെ എഴുതിയാലും അതുപോലെ വിശ്വസിക്കുവാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ സയൻറ്റിഫിക് ഡിസ്കവറീസൊക്കെ ധാരാളം ഉള്ളതായ കാലങ്ങളായതുകൊണ്ട് ഈ കടലിലുള്ളതായ ജീവികൾ, വലിയ മത്സ്യങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളതായ ഒരു അറിവ് നമ്മൾക്ക് ജനറലായിട്ട് ഉണ്ടല്ലോ. അത് കൂടാതെ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തന്നെ പറയുന്നുണ്ട്, ഈ കടലിലുള്ളതായ അല്ലെങ്കിൽ സമുദ്രത്തിലുള്ളതായ മഹാനക്രത്തെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ അന്നത്തെ കാലത്ത് വലിയ മത്സ്യങ്ങളുണ്ടായിരുന്നു. ഒരു മനുഷ്യന് അതിൻ്റെ ഉള്ളിലുള്ളതായ അമാശയത്തിൽ കൂടെയും കുടലിൽ കൂടെയൊക്കെയും യാത്ര ചെയ്യത്തക്കവണ്ണം അത്രമാത്രം വലിപ്പമുള്ളതായ മഹാമത്സ്യങ്ങൾ ദൈവം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയുള്ളതായ ഒരു മത്സ്യത്തെയാണ് ദൈവം
കൽപ്പിച്ചാക്കി എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, കൽപ്പിച്ചാക്കിയിരുന്നു. ഇവിടെ 3 രാവും 3 പകലും ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഈ യോന പ്രവാചകൻ കിടക്കേണ്ടി വന്നു എന്നാണ് ഈ 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ യോനായുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രയാസമാണ് ഉണ്ടായത്. 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ, ഈ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ യോനയെക്കുറിച്ചൊരു കാര്യം പറയുന്നു. ഈ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും ചിലവഴിച്ചതുപോലെ മനുഷ്യപുത്രനും ഈ കല്ലറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ഭൂമിക്കുള്ളിൽ അടക്കപ്പെട്ട് അവൻ്റെ സമയം കഴിക്കേണ്ടതാകുന്നു എന്ന് യോനയുടെ ജീവിതത്തോട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രവാചകനാക്കി അവനെ മാറ്റിയെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനുസരണക്കേട് അവൻ്റെ ജീവിതത്തിൽ വന്നെങ്കിൽ തന്നെയും അവൻ ഒരു കറക്ഷന് വേണ്ടി തന്നെ വിധേയപ്പെടുന്നതായ ഭാഗമാണ് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ആ പ്രാർത്ഥനാ വാചകങ്ങളൊക്കെ വളരെ ടച്ചിങ് ആയിട്ടുള്ളതായ സെൻറ്റൻസുകളാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ വളരെ മനോഹരമായ വാക്കുകളും ഹൃദയസ്പർശിയായ വാക്കുകളുമാണ്. പ്രൈസ് ഗോഡ്. 2-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കി എന്നാണ് യോന തൻ്റെ പ്രാർത്ഥനയിൽ കൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കടലാനയുടെ വയറ്റിലായിരുന്നിട്ടും ആ ചെളിയും ചേറും ഒക്കെ ഉള്ള അതിൻ്റെ മധ്യത്തിലായിരുന്നിട്ടും ഞാൻ ദൈവസന്നിധിയിൽ നിന്നും ഓടി ഒളിച്ചാണ് ഈ സ്ഥലത്തേക്ക് ആയിരിക്കുന്നത്. ഞാൻ ദൈവസന്നിധിയിലായിരുന്നു. എനിക്കെങ്ങനെ ദൈവസന്നിധിയിൽ വീണ്ടും ചെന്നെത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ളതായ ആഗ്രഹത്തോടെ അവൻ ആ ചേറ്റിൽ കിടന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി തൻ്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ സ്വർഗവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ അവന് സാധിച്ചു. അതുകൊണ്ടാണ് ഇവൻ പറയുന്നത്, ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയെന്ന്. ദൈവത്തിൻ്റെ ദാസനായ ആ യോന പ്രവാചകന് ആ ചേറ്റിൽ കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി കാണുവാൻ തക്കവണ്ണം ആ വിശുദ്ധ മന്ദിരം കാണുവാനും അത് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൈകളെ നീട്ടി ഒന്ന് ടച്ച് ചെയ്യുവാനും അവന് സാധിച്ചു എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ വിജയകരമായ കാര്യം. നമ്മളുടെയും ജീവിതത്തിൽ ഏത് പ്രയാസം വന്നിരുന്നാലും നമ്മൾ തനിയെ ഉള്ളൂ എങ്കിൽ തന്നെയും ദൈവമുഖത്തേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നമുക്ക് ടച്ച് ചെയ്യുവാൻ, നമ്മുടെ സൃഷ്ടമായ ദൈവത്തെ അവൻ്റെ കൈകളിലേക്ക് ടച്ച് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമെന്നാണ് ഈ ഭാഗം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ 2-ാമത്തെ വാക്യം പറയുന്നത് അവനിങ്ങനെയാണ്, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഞാൻ ആകപ്പാടെ ഓടി, ദൈവസന്നിധിയിൽ നിന്ന് ഓടി, ഇതാ ഒരു വലിയ കുഴിയിലകപ്പെട്ടിരിക്കുന്നു. ഇനി രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുമോ? എങ്കിലും പ്രത്യാശയോടുകൂടെ അവൻ പറയുകയാണ്, രക്ഷ യഹോവയുടെ പക്കൽ നിന്നും വരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒളിച്ച് ഓടിയവനെ പ്രാർത്ഥിക്കുന്നവനാക്കി തീർക്കുന്ന ഒരു അന്തരീക്ഷത്തിലാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി സഹായിച്ചു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 139-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് ഇതിനോട് സിമിലറായിട്ടുള്ള, നിൻ്റെ സന്നിധി വിട്ട് സമുദ്രത്തിൻ്റെ അറ്റത്തി എന്ന് പാർത്താലും നിൻ്റെ കൈ എന്നെ പിടിക്കും എന്ന് ആ സങ്കീർത്തനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര അർത്ഥവത്താണ്. ഈ യോനായുടെ ആ ചിത്രം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി വിട്ട് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താലും
ദൈവത്തിൻ്റെ കരം അവനെ പിടിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നതിന്. അപ്പോൾ ഓടിപ്പോയ ഒരു മനുഷ്യനെ പ്രാർത്ഥിക്കുന്നവനാക്കി മാറ്റിയതായ ഒരു സംഭവമാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ ഇതൊരു ദൂതായിട്ട് നമ്മൾക്ക് ഏറ്റെടുക്കാം. നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും ഉദ്ദേശിക്കാതെ പലവിധമായ പ്രശ്നങ്ങളിൽ നമ്മൾ അകപ്പെടുകയാണെങ്കിൽ, രോഗങ്ങൾ വരുമ്പോൾ ഇനി യാതൊരു ആശയമില്ല എന്ന് ചിന്തിക്കുന്നതായ അവസ്ഥകൾ ഉണ്ടായാൽ, ഫൈനാൻഷ്യലായിട്ട് വലിയ നഷ്ടം വന്ന് ആ നെല്ലിപ്പലക കണ്ടാൽ തന്നെയും ഇനി എന്നെ കൈപിടിച്ചുയർത്തുവാനായിട്ട് ആരും ഇല്ല എന്ന് വിചാരിക്കുന്നതായ സമയത്തും ഒരു ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവസന്നിധിയിൽ കാര്യം ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഏത് രോഗത്തിൻ്റെ മധ്യത്തിലും അത് നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, നിന്നെ ഒന്ന് പുതുക്കി പണിയുവാൻ വേണ്ടിയാണ്. നിന്നെ ഒരു പുതിയ മനുഷ്യനും ബലമുള്ള മനുഷ്യനും അനുഗ്രഹിക്കപ്പെട്ടവനായി തീർക്കുവാൻ വേണ്ടി ദൈവം നിന്നെ പണിയുന്ന അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി ദൈവകരങ്ങളിലേക്ക് ടച്ച് ചെയ്താൽ, വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി വിടുതലിനെ അയക്കുന്നവനാണ് എന്നുള്ളത് ദൂത് നമ്മളുടെ ജീവിതത്തിലും ഏറ്റെടുക്കുക. ദൈവം നമ്മെ നശിപ്പിക്കുവാനുള്ള അല്ല, കഷ്ടതയിൽ കൂടെ നടത്തുന്നത് ദൈവം തന്നെ പണിയുവാൻ വേണ്ടിയാണ്, ദൈവം പുതുവാതിൽ തുറക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2:7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കൽ എത്തി എന്നുള്ളതായ പൂർണ്ണമായ വിശ്വാസമാണ് അവനുള്ളത്. വിശുദ്ധ മന്ദിരവുമായിട്ട് നമ്മൾക്ക് എല്ലായ്പ്പോഴും ബന്ധമുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് 2:10 പറയുന്നത്, യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചു, എന്നിട്ട് കരയ്ക്ക് യോനെ ഛർദ്ദിച്ചു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചു. യഹോവ മത്സ്യത്തോട് കൽപ്പിക്കും, യഹോവ മൃഗങ്ങളോട് കൽപ്പിക്കും, യഹോവ ഭൂമിയോട് കൽപ്പിക്കും, യഹോവ സമുദ്രത്തോടും കാറ്റിനോടും ഒക്കെ കൽപ്പിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ നമ്മളോടും യഹോവ കൽപ്പിക്കുന്നുവെങ്കിൽ അവൻ്റെ വാക്ക് നമ്മൾ കേൾക്കുകയും അനുസരിക്കുകയും ദൈവസന്നിധിയിൽ നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അനുഗ്രഹത്തോടെ നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഇവിടെ യോന തർശീസിലേക്ക് പോകുവാനായിട്ട് കൂലി കൊടുത്ത് കപ്പലിന് ടിക്കറ്റ് എടുത്തുവെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു, ആ തർശീസിലെ പോക്കുന്നതായ ആ കടലിൽ നിന്നും ഒരു വലിയ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റ് ആ സമുദ്രത്തിൽ കൂടെ ഈ നിനവയുടെ അടുത്തേക്ക് കൊണ്ട് ഛർദ്ദിച്ച് കരയിലിടുവാൻ വേണ്ടി കൽപ്പിച്ച ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തിയാൽ പറ്റും. യാതൊരു ടിക്കറ്റും ഇല്ലാതെ ദൈവം അവന് ഒരു സ്പെഷ്യൽ ബോട്ട് പോലെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം കിടക്കുന്നുള്ളതായ പെർമിഷൻ കൊടുത്തു. അവനെ കാത്ത് സൂക്ഷിച്ചു, അവനൊരു പുതിയ മനുഷ്യനാക്കി തീർത്തു. ദൈവമായിട്ടുള്ള ബന്ധം പുതുക്കിയിട്ട് ആ കരയിലേക്ക് ഛർദ്ദിച്ചിടുവാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ ചെയ്തു എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യോനയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യോന പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ 3:2 പറയുമ്പോൾ വീണ്ടും ദൈവം പറയുകയാണ്, നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്ത വചനം പ്രസംഗിക്ക എന്ന്. ഈ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തുന്നതായ ഈ പ്രസംഗം നീ ചെയ്യണം എന്നാണ് ദൈവം പറയുന്നത്. നിങ്ങളുടെ പാപം സ്വർഗത്തിലെത്തിയിരിക്കുന്നു, നിങ്ങളെ ന്യായം വിധിക്കുന്നതിന് മുമ്പായിട്ട് അനുതപിക്കുക എന്നുള്ളതായ മെസ്സേജ് കൊടുക്കണം. ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അന്നും ഇന്നും പ്രസംഗിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതായ പ്രവർത്തനമാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ കൂടെയാണ് മാനസാന്തരം സംഭവിക്കുന്നത്. അതിൽ കൂടെയാണ് ജനങ്ങൾ ദൈവത്തെ കണ്ടെത്തുന്നത്, ദൈവത്തെ സേവിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ
ഈ യോന പ്രവാചകൻ അങ്ങനെ പട്ടണത്തിൽ ഉടനീളം നടന്ന് പ്രസംഗിച്ചു. എന്നാൽ അവിടെ ഒരു പ്രത്യേകത കാണുന്നത്, ഈ നിനവയിലെ രാജാവ് ഉൾപ്പെടെ എല്ലാ ആൾക്കാരും അനുതപിച്ചു. ചാരത്തിലും വെണ്ണീരിലും ഇരുന്ന് പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതപിച്ചു, ഉപവാസമെടുത്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പ്രസാദകരമായി ദൈവം ആ ശിക്ഷയെ മാറ്റിവെച്ചു എന്ന് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവസന്നിധിയിൽ അബ്രഹാം നിന്നു എന്ന് അവിടെ നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. എന്നാൽ സോതോമിലേക്ക് 2 ദൂതന്മാർ പോയി. 2 ദൂതന്മാരെ അവിടേക്ക് അയച്ചു. അവർ അനുതപിക്കാതെ അവരെ അവഹേളിച്ച് കളഞ്ഞത് കാരണം അവിടെ അവരെ ദഹിപ്പിച്ച് കളഞ്ഞതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. അവർ അവിടെ മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ കാര്യം. ഈ സോതോമിനെയും ഗൊമോറയെയും നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ ചരിത്രം എന്ന് നമ്മൾക്ക് മറ്റൊരു വശമായിട്ട് ഇതിനെ പഠിക്കുവാനായിട്ട് സാധിക്കും. ഇനി ചാപ്റ്റർ 4 നമ്മൾക്ക് കടന്നു വരാം. ഇവിടെ ഈ യോനായെ നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും അതുപോലെ തന്നെ ന്യായവിധിയെക്കുറിച്ചും പ്രസംഗിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ച് അയച്ചപ്പോൾ താൻ പറഞ്ഞതായ ന്യായവിധി അവിടെ നടന്നു കാണണം, അതായിരുന്നു യോനായുടെ ആഗ്രഹമെന്ന് പറയുന്നത്. നിനവയിലെ ജനങ്ങൾ അനുതപിക്കുകയും അവരെ ന്യായവിധിയിൽ നിന്നും ദൈവം ഒഴിവാക്കുകയും ചെയ്തു എന്ന് കേട്ടപ്പോൾ ഈ യോനായുടെ ജീവിതത്തിൽ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂവായിട്ട് അവനെടുക്കുകയാണ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാനൊരു പ്രവാചകനാണ്, ദൈവത്തിൻ്റെ മെസ്സേജുമായിട്ട് വന്നതാണ്, നിങ്ങൾ പാപികളാണ്, 40 ദിവസം കൊണ്ട് നിങ്ങളെ ദൈവം നശിപ്പിച്ച് കളയും, നിങ്ങളുടെ പാപം സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 40 ദിവസത്തിനുള്ളിൽ ഈ മനുഷ്യരെ ദഹിപ്പിച്ച് കളഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ ന്യായം വിധിച്ച് കളഞ്ഞില്ല എങ്കിൽ, ഈ പട്ടണത്തെ നശിപ്പിച്ച് കളഞ്ഞില്ല എങ്കിൽ അതിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആണല്ലോ എന്ന രീതിയിലാണ് യോന അവിടെ എടുക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ഈ അനുതാപവും കരുണയും പ്രവർത്തനമൊക്കെ കണ്ട് അവർക്ക് ശിക്ഷ ഇളച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ ഒരു കോപിക്കുന്ന യോനയാണ്. യോനയ്ക്ക് കോപം വന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെ 4-ന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഈ യോന പറയുന്നത്, ഇതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെയാണ് ഇവിടെ കാണുന്നത്. കാരണം തൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻ്റാണ്. പഴയ നിയമത്തിൽ ജാതികൾ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വേണ്ടിയുള്ളതായ വിറക് കഷ്ണങ്ങളായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. എന്നാൽ പഴയ നിയമത്തിലും ദൈവം എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ കാണുമ്പോൾ ഈ യോന വീണ്ടും ഈ പട്ടണത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയേണ്ടതിന് അവൻ്റെ കിഴക്കു ഭാഗത്തുള്ളതായ ആ മരുഭൂമിയിൽ ചെന്ന് ചൂടേറിയ സ്ഥലത്ത് അവൻ അവിടെ ഇരുന്നു. അവൻ്റെ ആ വെയിലിൻ്റെ ചൂട് കാരണം ദേഹവും തലയും എല്ലാം പൊള്ളി അവൻ സങ്കടത്തിലിരിക്കുന്ന ഒരു യോനയെ ദൈവം കണ്ടപ്പോൾ 4-ന്റെ 6-ൽ ഇങ്ങനെയാണ്, സങ്കടത്തിൽ ആശ്വാസത്തിനായി ഒരു ദൈവപ്രവൃത്തി അവിടെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. 4-ന്റെ 5 വായിക്കുന്നത് ഇങ്ങനെയാണ്, നഗരം വിട്ട മരുഭൂമിയിൽ പോയി ഒരു കുടിലുണ്ടാക്കി കാത്തിരുന്നു. പൊരിയുന്ന ആ മരുഭൂമിയിലെ വെയിലിൽ അവനങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന് അവൻ്റെ സങ്കടത്തിൽ ആശ്വാസത്തിനായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. 4-ന്റെ 6-ൽ പറയുന്നത്, യോനയ്ക്ക് അവൻ്റെ തലയ്ക്ക് തണൽ ആയിരിക്കാൻ യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. മരുഭൂമിയിലെ ചൂട് മൂലം ഒരു കുടിലുണ്ടാക്കി അതിൻ്റെ കീഴിലിരുന്നെങ്കിൽ തന്നെയും അവൻ്റെ തലയും അവൻ്റെ ത്വക്കും എല്ലാം ആ ചൂട് മൂലം പൊരിയുന്ന അനുഭവത്തിലേക്ക് ആയി കണ്ടപ്പോൾ ദൈവത്തിന് അവനോട് സഹതാപം തോന്നിയിട്ട് അവൻ്റെ സങ്കടം കണ്ടിട്ട് അവന് ഒരു ആവണക്ക് ഒരു ദിവസം കൊണ്ട് കൽപ്പിച്ച് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പുസ്തകത്തിൽ
നമ്മളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട്, സമുദ്രത്തിൽ യോനയെ വിഴുങ്ങുവാൻ വേണ്ടി ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചുണ്ടാക്കി. അതൊരത്ഭുതമാണ്. രണ്ടാമതായിട്ട്, ഈ യോനയെ ഈ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ ദഹിപ്പിച്ച് കളയാതെ സൂക്ഷിച്ചിട്ട് അതിനെ ഛർദ്ദിച്ച് നിനവയുടെ ആ കരയിലേക്ക് ഇടുവാൻ വേണ്ടി ദൈവം മഹാമത്സ്യത്തോട് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. മൂന്നാമതായിട്ട്, ഇവിടെ ഇതാ ഒരു ആവണക്ക് ഒരു ദിവസം കൊണ്ട് മുളച്ച് വന്ന് ഇലകൾ തളിർത്ത് ഇതാ യോനയ്ക്ക് നല്ല ഒരു തണൽ കൊടുത്ത് അവൻ്റെ സങ്കടത്തിൽ അവനൊരു ആശ്വാസമായി തീരുകയും അതിൽ അവൻ സന്തോഷിക്കുകയും ചെയ്യുന്നതായ ഒരനുഭവത്തിലേക്ക് അവൻ വരുന്നു. ആക്ച്വലി ദൈവം ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ അവന് ആ ആവണക്ക് മുളപ്പിച്ചു കൊടുത്തത് എന്ന് നമ്മൾക്ക് തുടർന്നുള്ളതായ പാഠത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ആവണക്ക് ഒരു ദിവസം കൊണ്ട് ഇത്രമാത്രം വളർന്ന് പന്തലിച്ച് അവന് തണലായി നിൽക്കുവാൻ ദൈവം കൽപ്പിച്ചുവെങ്കിൽ വേദപുസ്തകത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾക്ക് ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതായത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും, മോശയുടെ സമയത്ത് ഈ ഗോത്രത്തലവന്മാരെല്ലാവരും കൂടെ ഈ മോശയോടും അഹരോനോടും ഒക്കെ മത്സരിച്ചു. ഞങ്ങൾക്കും ആലയത്തിൽ ശുശ്രൂഷിപ്പാനായിട്ട് അവകാശം വേണം, അധികാരമുണ്ട്, അതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചപ്പോൾ മോശ പറയുകയുണ്ടായി, നിങ്ങൾ എല്ലാവരും ഓരോ ഗോത്രത്തെ പ്രതിനിധീകരിച്ച് ഓരോ വടികൾ കൊണ്ടുവന്നിട്ട് ആലയത്തിൽ വെക്കണം. പിറ്റേ ദിവസം നോക്കുമ്പോൾ അവിടെയുള്ള വ്യത്യാസം കാണുമ്പോൾ ആരാണ് ദൈവം തിരഞ്ഞെടുത്തവർ എന്ന് മനസ്സിലാക്കും എന്ന് പറയും. അങ്ങനെ 12 ഗോത്രത്തിലുള്ളവരും ഓരോ വടികൾ കൊണ്ട് അവിടെ വെച്ചു. അഹരോൻ്റെ വടിയും അവിടെ കൊണ്ടുവച്ചതായിട്ട് നമ്മൾക്ക് കാണുന്നു. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, എന്താണ്? അഹരോൻ്റെ വടി പൂത്തു. 24 മണിക്കൂറിനിൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് ഒരു വലിയ അത്ഭുതമാണ് നടന്നത്. ഉണങ്ങിയ വടി ഇതാ തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു എന്ന് നമുക്കവിടെ കാണുന്നു. അപ്പോൾ ഒരു രാത്രി കൊണ്ട്, ഒരു നിമിഷം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ നമ്മളുടെ കർത്താവിന് സാധിക്കും എന്ന് വചനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൂതായിട്ട് ഏറ്റെടുക്കുക. പലപ്പോഴും ഉണങ്ങിയതായ അവസ്ഥ, ഒന്നും സംഭവിക്കയില്ല എന്നുള്ളതായ അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വന്നേക്കാം. ഇനി യാതൊരു ഹോപ്പും ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥ, ഇനിയും സമയമില്ല, സമയമെല്ലാം പോയി എന്ന് ചിന്തിക്കുന്നതായ അവസ്ഥകൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ അഹരോൻ്റെ വടി 24 മണിക്കൂർ കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ പദ്ധതിയിലായിരിക്കുമ്പോൾ ഇതാ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അത് തളിർത്ത് പൂത്ത് ഫലം കായ്ക്കുന്നത് പോലെ നിൻ്റെ ജീവിതത്തിലും ഉണങ്ങിയിരിക്കുന്നതായ അവസ്ഥയിൽ, പ്രത്യാശയില്ലാതിരിക്കുന്ന അവസ്ഥയിൽ പൂക്കുന്നതായ അവസ്ഥകൾ ഉണ്ടാകും. ഈ വടി തളിർത്തതുപോലെ തളിർത്തു വരുന്നതായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ദൈവം സഹായിക്കും. അതുമാത്രവുമല്ല, ബദാം വൃക്ഷം അതിൻ്റെ കായ്ച്ച് ഫലം ഉണ്ടാക്കുന്ന അവസ്ഥയിലും ആയിത്തീരും എന്ന് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നതായ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ജീവിതാനുഭവങ്ങളിൽ അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായ മെസ്സേജ് ഈ സമയം ഞാൻ കൈമാറുകയാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും അതിനുവേണ്ടി സഹായിക്കും എന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് അടുത്തതായ ഒരു ലെസൺ ദൈവം യോനയെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത ദിവസം ഇതാ ഈ ആവണക്കിനെ കുത്തിക്കളയുവാൻ ഒരു പുഴുവിനെ ദൈവം അയച്ചു അല്ലെങ്കിൽ കൽപ്പിച്ച് ഉണ്ടാക്കി. കാരണം യോന ഒരു ദിവസം കൊണ്ട് ഉണ്ടായതായ ഈ ആവണക്കിൽ അത്യന്തം സന്തോഷിച്ചു, അതിൽ ആശ്രയിച്ചു. ദൈവം തരുന്നതായ
അനുഗ്രഹത്തിൻ്റെ മധ്യത്തിൽ നമ്മളും ഒട്ടും അഹങ്കരിച്ചു പോകാതെ, അതിൽ ആശ്രയിച്ചു പോകാതെ, ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്നറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവം തുടർന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യോന അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതിൽ ആശ്രയിച്ചു, അതിൽ സന്തോഷിച്ചു. എന്നാൽ ജനങ്ങൾ നശിച്ചു പോകുന്നതിൽ അവന് യാതൊരു ദുഃഖവുമില്ലായിരുന്നു. അവർ നശിച്ചു പോകുന്നത് കാണുവാൻ വേണ്ടി അവൻ കാത്തിരുന്നു. ഇവിടെ ഇതാ ദൈവം അവൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു, അവനുമായിട്ടൊരു സംഭാഷണം ചെയ്യുകയാണ്. അപ്പോൾ യോന പറയുകയാണ്, എൻ്റെ അനുഗ്രഹമെല്ലാം ഇതാ തീർന്നിരിക്കുന്നു, ആവണക്കുണങ്ങിയിരിക്കുന്നു, ഞാനിതാ ഉണങ്ങി വരണ്ട ദേശത്ത് ഞാനായിരിക്കുന്നു, എനിക്കിനി മരിച്ചാൽ മതി, എനിക്ക് യാതൊരു ഹോപ്പും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തവനായി ഞാൻ തീർന്നിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു, എന്നെ മരിക്കുവാനായിട്ട് അനുവദിക്കുക എന്ന് പറയുന്നതായ ഒരു ജീവിത അനുഭവമാണ് ഇവിടെ യോനായിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്താണ് ഒടുവിൽ പറയുന്നത്? എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞു കൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ? നിനക്ക് ഈ ഒരു ചെറിയ ആവണക്ക് നശിച്ചു പോയതിൽ അയ്യോ ഭാവം തോന്നുന്നു, പരിഭവം തോന്നുന്നു. നിനക്ക് യാതൊരു മുടക്കും മുതലുമില്ല. ഞാൻ ഉണ്ടാക്കിയതായ ഈ ആവണക്ക് നശിച്ചു പോയതിൽ നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവെങ്കിൽ ദൈവം പറയുക, എൻ്റെ ഛായയിൽ സൃഷ്ടിച്ചതായ 1,00,000 ചില്ലുവാനും ആൾക്കാർ താമസിക്കുന്ന ഈ പട്ടണത്തിലെ ഇവരെയെല്ലാം നശിപ്പിച്ച് കളയുന്നതിൽ നീ സന്തോഷിക്കുകയാണോ? എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ? ഇവരെ രക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ ഇവർ നശിച്ചു പോകുന്നതിൽ എനിക്ക് അയ്യോ ഭാവമില്ലയോ എന്നുള്ളതായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇവിടെ ഈ യോനയുടെ പുസ്തകം അവസാനിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നമ്മളുടെ ചുറ്റുപാടിലും പാപത്തെ വെള്ളം പോലെ കുടിച്ചുകൊണ്ട് ഇടം കൈയും വലം കൈയും എന്തെന്ന് അറിയാൻ വയ്യാത്തതുപോലെ, നന്മയും തിന്മയും അറിയാതെ, രക്ഷ എന്താണെന്ന് അറിയാൻ പാടില്ലാതെ, എങ്ങനെ യേശുക്രിസ്തു രക്ഷിക്കുന്നെന്ന് അറിയാൻ പാടില്ലാതെ അനേകം ആൾക്കാർ പാപത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനത് അയ്യോ ഭാവം ചെയ്യുന്നതായ അവസ്ഥയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമ്മളോട് പറയുന്നത്, നിങ്ങൾ പുറപ്പെടണം, ഞാൻ പറയുന്ന വചനം അവരോട് പ്രസ്താവിക്കണം, ജനങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ യോനയോട് ദൈവം പറയുന്നതായ വാക്ക് എന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു മിഷൻ ചലഞ്ചാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ യോനയുടെ പുസ്തകം പഠിച്ചപ്പോൾ എന്താണ് പഠിച്ചത്? യഥാർത്ഥമായിട്ട് ഒന്നാമതായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ചേർന്ന് നിൽക്കണം, ഒരിക്കലും ഓടിപ്പോകരുത്, അകന്നു പോകരുത് എന്നുള്ള കാര്യം. രണ്ടാമത്, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ യോന ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനയാൽ ദൈവകരങ്ങളെ ചേർത്ത് പിടിച്ച് സ്വർഗവുമായി ബന്ധപ്പെടുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. മൂന്നാമതായിട്ട്, ദൈവം പറയുന്ന വചനം നമ്മൾ അനുസരിക്കണം. ദൈവം പറയുന്ന വചനം ഡിസ്കംഫർട്ടായിട്ട് തോന്നിയാൽ, സന്തോഷകരമല്ല എന്ന് തോന്നിക്കൊണ്ട് അത് മാറ്റിക്കളയുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ വചനം അതേപടി അനുസരിക്കുക. നാലാമതായിട്ട്, നമ്മൾ യോനയുടെ ജീവിതത്തിൽ താൽക്കാലികമായി ഉണ്ടായതായ ആ ചെറിയ അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ അഹങ്കരിച്ചു പോകരുത്, അതിൽ അധികം സന്തോഷിച്ചു പോകരുത്. ദൈവപ്രവൃത്തിയിൽ സന്തോഷിക്കുവാൻ വേണ്ടി നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുന്നതിൽ സന്തോഷിക്കുന്നവരായി തീരണം എന്നുള്ളതാണ് പ്രൈസ് ഗോഡ് നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യം. ഇവിടെ ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോയതായ യോനയെ മാനസാന്തരപ്പെടുത്തി എടുത്തു. അവനെ പണിത് എടുത്തു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊരു വലിയ പ്രവാചകനല്ല, 4 അധ്യായം മാത്രം എഴുതിയതായ ഒരു പ്രവാചകനാണ്. എന്നാൽ യേശു അവനെക്കുറിച്ച് 1-2 വാചകങ്ങൾ പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ അനുഭവം എങ്ങനെയായിരിക്കും? അവൻ മരിച്ച് അടക്കപ്പെട്ട്
കല്ലറയിൽ 3 ദിവസം ഇരിക്കും. അതിനെ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ വേണ്ടി തന്നോട് കമ്പയർ ചെയ്ത് പറഞ്ഞത് ഈ യോനാ പ്രവാചകൻ്റെ ജീവിതത്തോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസവും, അതായത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ ഈ മനുഷ്യപുത്രനും ഈ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കേണ്ടതാകുന്നു. മരിച്ചതിന് ശേഷമായിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞതായ കാര്യവും ഈ യോനാ പ്രവാചകനെ ഇവിടെ അനുബന്ധിച്ചുകൊണ്ടാണ് എന്നോർക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രവാചകനായിരുന്നു ഈ യോനാ പ്രവാചകൻ. പ്രൈസ് ഗോഡ്. ഈ യോനാ പ്രവാചകനെക്കുറിച്ച് നമ്മുടെ രക്ഷിതാവായ യേശുവും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിലാണ് സാക്ഷീകരിച്ചത് എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മളുടെയും ജീവിതത്തിൽ ഈ യോനയുടെ പുസ്തകത്തിൽ നിന്നും പഠിച്ചതായ ഭാഗങ്ങളൊക്കെ നമ്മൾ ഹൃദയസ്ഥമാക്കുകയും അതിൽ നിന്ന് പഠിച്ചതായ ലെസൺസൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം, ഒരു മിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിക്കും. ദൈവം നമ്മളെ സഹായിക്കും.